ഇന്ന് 2 ലക്ഷത്തോളത്തിലധികം ഫാക്ടറികൾ കേരളത്തിലുണ്ട്. അതിൽ പകുതിയോളം ഫാക്ടറികൾ പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള 6 ജില്ലകളിലാണ്. അതിൽ ഒരു ഫാക്ടറി മുല്ലപ്പെരിയാർ ഡാം തകരുകയും ഒരു ഫാക്ടറി തകർക്കപ്പെടുകയും ചെയ്താൽ, അതായത് ഒരു ഈഥേൻ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഒരു ഫാക്ടറി, ബെൻസീൻ സംഭരിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഹൈഡ്രജൻ സംഭരിച്ച് വെച്ചിരിക്കുന്നത്, ഇതെല്ലാം പോയ്സണസ് ഗ്യാസസ് ആണ്. ഇൻഫ്ലാമബിൾ ഗ്യാസസ് സംഭരിച്ച് വെച്ചിരിക്കുന്നത് വേറെയുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പോയ്സണസ് ഗ്യാസ് സംഭരിച്ച് വെച്ചിരിക്കുന്ന ഒരു ഫാക്ടറി തകർന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഭോപ്പാൽ ട്രാജഡി മാറി നിൽക്കും. ഭോപ്പാലിൽ നമ്മൾ കണ്ടതാണ്, കാറ്റടിക്കുന്ന സ്ഥലത്തെല്ലാം ജനങ്ങൾ നിന്ന നെപ്പിൽ വീഴുവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ മക്കൾ നമ്മുടെ കൺമുമ്പിൽ വീഴുക, ഉടനെ നമ്മളും വീഴുക. അങ്ങനത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിക്കണം. ഒരു പ്രാവശ്യം തകർന്ന ഡാമാണ് നമ്മൾ 100 വർഷമായിട്ടും പൊളിച്ച് മാറ്റി കളയാണ്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. നിധി സൂക്ഷിക്കുന്ന പോലെ നമ്മുടെ മരണ വാറണ്ടാണത്. അതുപോലെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം ചേർത്ത് പറയാണ്, ഞാനിപ്പോൾ ഒരു ഫാക്ടറി തകർന്ന് ഈഥേൻ പുറത്തേക്ക് വരുന്ന കാര്യമാണ് പറഞ്ഞത്. നമുക്ക് സദേൺ നേവൽ കമാൻഡ് ഇല്ലേ ഇവിടെ? ഞാൻ സദേൺ നേവൽ കമാൻഡിൻ്റെ അഡ്മിറലിന് ഞാനൊരു ലെറ്റർ എഴുതി. നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഈ കൊച്ചി സദേൺ നേവൽ കമാൻഡിൽ കൈകാര്യം ചെയ്യുന്നത്? അവർ പറഞ്ഞത് എന്താണെന്നറിയോ? സംഭവം ശരിയാണ്, പക്ഷേ ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് വൈസ് അഡ്മിറലിനോ സദേൺ നേവൽ കമാൻഡിലോ അതിൽ ഇൻ്റർഫിയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് സാങ്കേതികമായി എന്ന് പറഞ്ഞിട്ടാണ് അവർ റിപ്ലൈ തന്നത്. ഞാൻ എൻ്റെ റിക്വസ്റ്റ്, സദേൺ നേവൽ കമാൻഡിന് എഴുതിയ റിക്വസ്റ്റ്, അവർ പറഞ്ഞ റിപ്ലൈ ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കാരണം എന്താ? സുപ്രീം കോടതിയുടെ അടുത്താണ് ഇനി കാര്യങ്ങളുള്ളൂ, അതായത് ബോൾ സുപ്രീം കോടതിയുടെ കോർട്ടിലാണ് എന്ന് കോടതിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സദേൺ നേവൽ കമാൻഡ് ഡാം തകർന്ന് സദേൺ നേവൽ കമാൻഡ് ചെളി മൂടി കിടന്നാൽ, ചൈന ഒരു വാർ ഡിക്ലെയർ ചെയ്താൽ ഇവിടെ നിന്ന് ഒരു എയർക്രാഫ്റ്റ് പൊങ്ങോ, ഒരു എയർപ്ലെയിൻ പൊങ്ങോ? ഇത് നമ്മുടെ നാഷണൽ സേഫ്റ്റിയെ ബാധിക്കില്ലേ? ദേശീയ സുരക്ഷിതത്വത്തെ ബാധിക്കില്ലേ? ഈ ഡാം ഇങ്ങനെ തന്നെ ഡെലിബറേറ്റ്ലി കീപ്പിംഗ് ദിസ് ഡാം is a criminal offense against our nation, against our India. So really anti-national forces behind it. So ഈ ഇങ്ങനെ ഡെലിബറേറ്റ് ആയിട്ട് ഈ ഡാം അവിടെ കീപ്പ് ചെയ്തിരിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്? അവർ രാജ്യവിരുദ്ധ ശക്തികളല്ലേ എന്ന് നമുക്ക് സംശയിക്കണം. ഈ സദേൺ നേവൽ കമാൻഡിൻ്റെ മേലെ, അല്ലെങ്കിൽ നേവൽ ആർമമെൻറ്റ് ഡിപ്പോൻ്റെ മേലെ ഈ 130 വർഷം പഴക്കമുള്ള സുപ്രീം കോടതി കഴിഞ്ഞ 13-ാം തീയതി ഇത് പൊളിച്ചു കളഞ്ഞുകൂടെ എന്ന് ചോദിച്ച ഒരു ഡാം ഡെലിബറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കീപ്പ് ചെയ്യുന്ന ഗവൺമെൻറ്റുകളുടെ ഉദ്ദേശം എന്താണ്? അതിനെക്കുറിച്ച് ഒരു നാഷണൽ ഏജൻസി അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, ഈ 13-ാം തീയതി നമ്മൾക്ക് ഓൾറെഡി സുപ്രീം കോർട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നു 2 ഗവൺമെൻറ്റിനെ. പക്ഷെ നമുക്ക് അതിൽ നിന്ന് എന്തായിരിക്കും, നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ, ഇവർ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തേക്കാം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരിക്കും. സാറിന് എന്ത് തോന്നുന്നു? എന്തായിരിക്കും അവരെടുക്കാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ദ ബെസ്റ്റ് എന്ന് തോന്നുന്നു? അത് പറയുന്നത് ശരിയല്ലല്ലോ, അത് സുപ്രീം കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. ഇതേ ഒബ്സർവേഷൻസ് ഇതിനു മുമ്പും എൻ്റെ കേസിൽ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജ് ദീപക് മിശ്ര പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, വൈ നോട്ട് എ ന്യൂ ഡാം? അത് ഏത് കൊച്ചുകുട്ടിക്കും തോന്നുന്നതല്ലേ ഈ പഴയ സാധനം മാറ്റി പുതിയതൊരെണ്ണം ഉണ്ടാക്കി കൂടെ എന്ന് ചോദ്യം എന്ന് വെച്ചാൽ ഒരു കോമൺ സെൻസ് അല്ലേ? അത് സുപ്രീം കോടതി ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട്. ഇപ്പം കുറച്ചുകൂടെ തീവ്രമായിട്ട് നമ്മുടെ സുപ്രീം കോടതി ജഡ്ജ് ശ്രീ BR ഗവായ് ചോദിച്ചു, പൊളിച്ചു മാറ്റിക്കൂടെ എന്നാണ് ചോദിച്ചത്. കാരണം എന്ന് വെച്ചാൽ പൊളിച്ചു മാറ്റി വേറെ ഒരു ഡാം പണിയുന്നതിന് എത്ര ചിലവ് വരും? 2000 കോടി അല്ലെങ്കിൽ 3000 കോടി വരും. അതാണോ വലുത്? 15 മില്യൺ ആൾക്കാരുടെ ജീവനാണോ വലുത്? 15 മില്യൺ പീപ്പിൾ ആർ ഡയറക്ട്ലി അണ്ടർ ദിസ് ഡാം. എന്തോരം സൊല്യൂഷൻസ് ഉണ്ട്. തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കാനാണെങ്കിൽ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ നാച്ചുറൽ ഗ്യാസ് ഇറാനിൽ നിന്ന് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഈ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കാനാണ് പാട്. ഈ പുഴയിൽ നിന്ന് എത്തിക്കാമല്ലോ, അതിനുള്ള ടെക്നോളജി ഇപ്പോൾ ഡെവലപ്ഡ് ആണ്. പിന്നെ പുതിയ ഡാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഡാം പണിതാൽ ആയുസ് 50 വർഷമേ ഉള്ളൂ.
മാക്സിമം 50 വർഷമേ ഉള്ളൂ ഏതൊരു ഡാം ഏതൊരു ഡാമിനും. യു എസിലാണെങ്കിൽ 10 വർഷം കൂടി കുറയും, 40 വർഷമേ ഉള്ളൂ. നമ്മൾ 50 എടുക്കാം, ഓക്കെ. 50 വർഷം കഴിയുമ്പോൾ പുതിയ ഡാം പണിയണം, അത്രയല്ലേ ഉള്ളൂ. അതെ. പിന്നെ ഭൂകമ്പങ്ങളെ അതിജീവിക്കാനുള്ള ടെക്നോളജി, ആ ഭൂകമ്പങ്ങളെ അതിജീവിച്ച് നിൽക്കാൻ പാകത്തിനൊരു ഡാം നിർമ്മിക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ അവൈലബിൾ ആണ്. സാർ ഇത് പറഞ്ഞപ്പോൾ ഞാൻ സാറിൻ്റെ തന്നെ ഒരു റിപ്പോർട്ട് കണ്ടതാണ്. അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എനിക്കറിയില്ല എത്ര പേർക്കറിയാം. 240 എർത്ത് ക്വേക്സ്, മൈനർ എർത്ത് ക്വേക്സ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു. അത് ഞാൻ KSCB അതിൻ്റെ റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ട്. അതിലാണ് പറയുന്നത് 240 ട്രമേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ എർത്ത് ക്വേക്ക് ഉണ്ടായത് 4.1 ആണ്. 4.1. അപ്പോൾ ഈ 4.1 എന്നുള്ളത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിസിനിറ്റിയിൽ സംഭവിച്ചാൽ തീർന്നു. അവിടെ പണ്ടൊരിക്കൽ കുറച്ച് ദൂരെ ഒരു ചെറിയൊരു മൈനർ ട്രമർ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് ഡാമിൽ ക്രാക്ക് വന്നിട്ടുണ്ട്. ആ ക്രാക്ക് ഇപ്പോഴും ഉണ്ട്, അങ്ങനെ തന്നെ നിൽക്കുന്നു. മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്ത് അതിൽ വെള്ളം നിറച്ച സമയത്ത് തന്നെ ക്രാക്ക് വന്നിട്ടുണ്ട്. അതും ക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ക്രാക്കൊക്കെ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ഓട്ടയടച്ചും ഓരോ കാര്യങ്ങൾ ചെയ്തും വെള്ളം കൂടുതൽ ഒഴുകി വരുമ്പോൾ വെള്ളം കുറച്ചും പിന്നെ ഓട്ടയടച്ചും ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അപ്പം ഈ പെട്ടെന്ന് ഒരു ഫ്ലഡൊക്കെ വരുവാണെങ്കിൽ എവിടെ ഓട്ട അടയ്ക്കാൻ പറ്റും? പെട്ടെന്നൊരു ഫ്ലഡ് വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ദ ഡാം സഡൻലി വിൽ ബി കൊളാപ്സ്ഡ്. അപ്പോൾ അങ്ങനെ ഒരു അൺഫോർസീൻ ഈവൻറ്റ് നടക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും അതിനൊക്കെ നമ്മുടെയൊക്കെ ഇറ്റ്സ് ഓൾ ബിയോണ്ട് അവർ കപ്പാസിറ്റി. നമ്മുടെ സയൻസിനോ മനുഷ്യനോടെ ശക്തിക്കോ മനുഷ്യൻ്റെ കാര്യങ്ങൾക്കോ ഒക്കെ ഒരു പരിധിയുണ്ട്. അതിൻ്റെയൊക്കെ മേലെയാണ് ഈ ഡാമിൻ്റെ എല്ലാം തകർച്ച. ഇന്ത്യയിൽ തന്നെ 50ഓളം ഡാംസ് തകർന്നിട്ടുണ്ട്. കണക്കിൽ 36 ഉള്ളൂ. യഥാർത്ഥത്തിൽ 50ഓളം ഡാമുകൾ തകർന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടി നശിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇതൊക്കെ ഓക്കെ ആണെന്ന് സർട്ടിഫൈ ചെയ്ത ഡാംസ് ഇതല്ല. അപ്പോൾ ഇവരുടെ സർട്ടിഫിക്കറ്റിന് എന്ത് വിലയാണ് ഉള്ളത്? എന്ത് വിലയുണ്ട്? നമ്മുടെയൊക്കെ ജീവനൊക്കെ ഇവരെ വല്ല വിലയും കൽപ്പിക്കുന്നുണ്ടോ? എന്നോട് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കൺസ്ട്രക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു എഞ്ചിനീയർ പറഞ്ഞത്, ഞങ്ങൾ അമ്മ പറഞ്ഞ പോലെ 40 വർഷം മുമ്പ് ഇത് എക്സാമിനേഷൻ നടത്തി ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് പോയ തട്ടെ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ, അദ്ദേഹം തിരുവനന്തപുരം ആ എയർപോർട്ടിൽ തിരിച്ചു പോകാനായിട്ട് കയറാൻ നേരത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ആയുസിൽ ഇത് തകരില്ല. അത് എന്തോന്നാ ഒരു എഞ്ചിനീയറിൻ്റെ വായിൽ നിന്ന് വീണ ഒരു വാക്കാണ്. എന്തോന്നാ അയാൾ പറയുന്നത്? അതൊക്കെ വിശ്വസിച്ചിട്ടാണ് ആളുകൾ. അപ്പൊ അയാൾ വിചാരിക്കണേ എന്താ, അത്രയും കാലമൊക്കെ ഡാം പൊയ്ക്കോളും, പിന്നെ ഞാൻ മരിച്ചിട്ട് തകർന്ന പിന്നെ ആരും എന്നെ കുറ്റം പറയാൻ ഞാനില്ലല്ലോ. ആ ഒരു ധൈര്യത്തിന് ഫ്ലൈറ്റ് പിടിച്ച് പോയ ആളാണ് ഈ ഡാം എക്സാമിൻ ചെയ്ത്. അപ്പം ഇവർ പറയണതൊക്കെ വിശ്വസിക്കുന്ന മലയാളികൾ എന്തായി? എനിക്കതാ ചോദിക്കാനുള്ളത്. നമ്മളെന്തായി?